ദൈവം ദാനമായി തന്ന ഈ പ്രഭാതത്തിൽ തിരുവചന ധ്യാനത്തിനായി നമ്മുടെ ശ്രദ്ധയെ 2 ദിനവൃത്താന്തം 20-ാം അധ്യായത്തിലേക്ക് ഒന്ന് കൊണ്ടുവരാം. യഹോശഫാത്ത് എന്ന് പറയുന്ന ഒരു രാജാവ് ഇസ്രായേലിൽ വാണിരുന്നു. തന്റെ പിതാക്കന്മാരിൽ പലരെ പോലെ ദൈവത്തെ ദുഃഖിപ്പിക്കുകയും ദൈവത്തെ കോപിപ്പിക്കുകയും ദൈവത്തിന്റെ കോപം ജനങ്ങളിന്മേൽ വിളിച്ചു വരുത്തുകയും ചെയ്യുന്ന ഒരു മനുഷ്യനായിരുന്നില്ല ആ ഭരണാധികാരി. ആപത്ഘട്ടങ്ങളിലും പ്രയാസങ്ങളിലും ഭരണകൃത്യ നിർവഹണങ്ങളിലെല്ലാം ദൈവത്തോട് ആലോചന ചോദിക്കുകയും യഹോവയുടെ കൽപ്പന പ്രകാരം ആലോചന പ്രകാരം ജനത്തെ നയിക്കുകയും ചെയ്ത ഒരു മനുഷ്യനായിരുന്നു യഹോശഫാത്ത്. തന്റെ ഭരണകാലത്ത് നമുക്ക് കാണുവാൻ അവിടെ വായിക്കുമ്പോൾ ആദ്യം മുതലുള്ളതായ വാക്യങ്ങൾ വായിക്കുമ്പോൾ അമ്മോന്യരും മോവാബ്യരുമായിട്ടുള്ള പല ശത്രുക്കൾ ദൈവത്തിന്റെ ജനമായ ഇസ്രായേലിന് വിരോധമായി എഴുന്നേറ്റ് ഒരു കൊടുങ്കാറ്റ് അവരുടെ നേരെ അടിക്കുന്നത് പോലെ, ഒരു മഹാപ്രളയം അല്ലെങ്കിൽ ഒരു വലിയ വെള്ളം അവരുടെ നേരെ ഇരച്ചു വരുന്നത് പോലെ ഒരു വലിയ ആക്രമണത്തിന് വേണ്ടി പദ്ധതിയിട്ടു. വിവരമറിഞ്ഞ യഹോശഫാത്ത് ഭയപ്പെട്ട് ദൈവത്തിന്റെ സന്നിധിയിൽ ഓടിച്ചെന്ന് ദൈവത്തോട് കരുണയ്ക്കായി സഹായത്തിനായി അഭ്യർത്ഥിക്കുന്നതായ കാര്യത്തെ നമുക്കവിടെ വായിക്കുവാൻ കഴിയും. ദൈവത്തിന്റെ സന്നിധിയിൽ താൻ പറയുന്നതായ ആ പകരുന്നതായ തന്റെ ഹൃദയത്തെ, താഴ്മയുള്ള ഹൃദയത്തെ, അത് വായിക്കുമ്പോൾ തന്നെ നമ്മുടെ ഹൃദയം അങ്ങ് പൊടിഞ്ഞു പോകും. അത്രയ്ക്ക് സങ്കടത്തോടുകൂടി ദൈവത്തോട് പറയാണ്, കർത്താവെ, ഇത്ര വലിയൊരു സമൂഹത്തോട് പോരാടുവാൻ ഞങ്ങളുടെ നേരെ പാഞ്ഞെടുക്കുന്ന കൊടുങ്കാറ്റ് പോലെ അല്ലെങ്കിൽ ഒരു പ്രളയം പോലെ ഞങ്ങളുടെ മേൽ പതിക്കുവാൻ പോകുന്ന ഈ ആപത്തിനെ നേരിടുവാൻ ഞങ്ങൾക്ക് ബലമില്ല. എങ്കിലും സർവശക്തിയുള്ളവനായ ദൈവം, പരാക്രമശാലിയായ ദൈവമാണ് നീ, ഞങ്ങൾ നിന്നിൽ ആശ്രയിക്കുന്നു എന്ന് താൻ കരഞ്ഞും കൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ നിലവിളിക്കുവാൻ തുടങ്ങി. ഇന്ന് നമ്മെ ദൈവത്തിന്റെ ആത്മാവ് ചിന്തിപ്പിക്കുന്നതായ വചനം, ആ സംഭവത്തിൽ ഉള്ളതായ ഒരു പ്രത്യേക വിഷയം 20-ാം അധ്യായത്തിന്റെ 13-ാം വാക്യമാണ്. അതിങ്ങനെ വായിക്കുന്നു: അങ്ങനെ യഹൂദ്യർ ഒക്കെയും അവരുടെ കുഞ്ഞുങ്ങളോടും ഭാര്യമാരോടും മക്കളോടും കൂടെ യഹോവയുടെ സന്നിധിയിൽ നിന്നു. ദൈവത്തിന് സ്തോത്രം. നോക്കൂ, ആദ്യം രാജാവും ഭൃത്യന്മാരും രാജസന്നിധിയിലുള്ള മന്ത്രിമാരും യഹൂദ്യരിൽ പ്രമാണികളും ഒക്കെ ദൈവത്തിന്റെ സന്നിധിയിൽ രാജാവിനോട് കൂടെ ചേർന്ന് നിന്നപ്പോഴൊന്നും ദൈവത്തിൽ നിന്ന് അരുളപ്പാടുകളൊന്നും വന്നില്ല. അവർ കണ്ടമാനം പ്രാർത്ഥിക്കുകയും നിലവിളിക്കുകയും ചെയ്യുകയാണ്. ദൈവം അതൊക്കെ കേൾക്കുന്നു. എന്നാൽ ഇവിടെ എഴുതിയിരിക്കുന്നതായ ഒരു സംഭവം നമ്മൾ വായിച്ചു നോക്കൂ. അവരുടെ കുഞ്ഞുങ്ങളോടും ഭാര്യമാരോടും മക്കളോടും കൂടെ കുടുംബമായി ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നപ്പോൾ, അതിന്റെ തൊട്ടടുത്ത വാക്യം, അപ്പോൾ സഭാമധ്യേ വെച്ച് യഹോവയുടെ ആത്മാവ് ഒരു പ്രവാചകന്റെ മേൽ വന്നു. ദൈവത്തിന് എന്നിട്ട് ആ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നതായ വാക്യമൊന്ന് കേൾക്കുക. അതിന്റെ 14-15 വാക്യം വായിക്കുമ്പോൾ ദൈവം ആ ജനത്തോട് പറയുകയാണ്, ഈ വലിയ സമൂഹ നിമിത്തം നിങ്ങൾ ഭയപ്പെടരുത്, ഭ്രമിക്കുകയുമരുത്. യുദ്ധം നിങ്ങളുടേതല്ല, യുദ്ധം യഹോവയ്ക്കുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രിയപ്പെട്ട ദൈവ പൈതലേ, ദൈവത്തിന്റെ ആത്മാവ് ഈ പ്രഭാതത്തിൽ നമുക്ക് തരുന്ന വലിയൊരു ആലോചന, പ്രതിസന്ധി ഘട്ടങ്ങളിൽ, ആപത് ഘട്ടങ്ങളിൽ ശത്രു എത്ര പരാക്രമശാലിയാണെങ്കിലും, വലിയവനാണെന്നും എണ്ണത്തിൽ അവർ കവിഞ്ഞവരാണെങ്കിലും, നീ ഒരു ചെറിയ സമൂഹമാണെങ്കിലും, അല്ലെങ്കിൽ അവരുടെ ദൃഷ്ടിയിൽ നീ ഒരു പ്രാണിയെ പോലെ ഉള്ളൂ എങ്കിലും ഭയപ്പെടരുത്. യുദ്ധം യഹോവയ്ക്കുള്ളതാണ്. അത് എപ്പോഴാണ് ദൈവം അരുളി ചെയ്തതെന്ന് അറിയാമോ? അവരുടെ കുഞ്ഞു കുട്ടികളും ഭാര്യമാരും കുടുംബമായിട്ട് ഒരു കുടുംബ പ്രാർത്ഥനയുടെ ലക്ഷണം. പ്രൈസ് ദി ലോർഡ്. ആ ഒരു കുടുംബ പ്രാർത്ഥന ഇസ്രായേൽ ജനത്തിന്റെ നടുക്ക് പ്രാബല്യമായപ്പോൾ അപ്പോൾ യഹോവയുടെ ആത്മാവ് ചലിക്കപ്പെട്ടു. കുടുംബ പ്രാർത്ഥനയുടെ പ്രാധാന്യതയെ എടുത്തു കാണിക്കുവാനാണ് ദൈവത്തിന്റെ ആത്മാവ് ഈ സംഭവം നമ്മുടെ മുൻപിൽ ഈ പ്രഭാതത്തിൽ കൊണ്ടുവന്നത്. എത്രമാത്രം ശക്തമാണ് കുടുംബ പ്രാർത്ഥന! നമ്മുടെ കുഞ്ഞുങ്ങളോടും ഭാര്യമാരോടും നമ്മുടെ ഭർത്താക്കന്മാരും അപ്പനും അമ്മയും കുഞ്ഞുങ്ങളും കൂടെ ചേർന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ കഴിക്കുന്നതായ പ്രാർത്ഥന
രാജാക്കന്മാർ അരമനയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയേക്കാൾ ശക്തിയായ ചില ചലനങ്ങൾ അത് നിമിത്തം ഉണ്ടാക്കുവാൻ കഴിയും. പ്രതിസന്ധി ഘട്ടങ്ങളിൽ, പ്രയാസങ്ങളിൽ അനേക പരിശോധനകൾ നമ്മുടെ മുൻപിൽ ഉണ്ട്. അനേക ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും. അനേക വിഷയങ്ങൾ, വേദനയുടെ ഭാഗത്ത് അല്ലെങ്കിൽ രോഗാവസ്ഥയിൽ, താഴ്ച ഭാഗത്ത് എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ അപേക്ഷിക്കാനുണ്ട്. നമുക്ക് മുമ്പിൽ നിൽക്കുന്നത് പലപ്പോഴും എതിരാളികൾ നമ്മളെക്കാളും അശക്തരല്ല, നമ്മളെക്കാളും ശക്തരാണ്. അവർ വലിയൊരു സമൂഹമാണ്. നമ്മൾ എണ്ണത്തിൽ വളരെ കുറഞ്ഞവരാണ്, നമ്മൾ സമ്പത്തിൽ വളരെ കുറഞ്ഞവരാണ്, ശക്തിയിൽ വളരെ കുറഞ്ഞവരാണ്. എന്നാൽ ആലോചനയിൽ വലിയവൻ, പ്രവൃത്തിയിൽ ശ്രേഷ്ഠനായ ദൈവം നമ്മോടുകൂടെ ഉള്ളപ്പോൾ അവന്റെ ശക്തിമത്തായ പ്രവർത്തനവും സാന്നിധ്യവും നമ്മുടെ കൂടെ വന്ന് യുദ്ധം യഹോവ ഏറ്റെടുക്കണമെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ ചില ചലനങ്ങൾ ഉണ്ടാകണം. കുടുംബത്തിൽ പ്രാർത്ഥനയുടെ അല്ലെങ്കിൽ നമ്മൾ അഭിമുഖീകരിക്കുന്നതായ വിഷയത്തിന്മേലുള്ള ഒരു ഗൗരവമായ ചിന്ത കുടുംബത്തിൽ ഉണ്ടാകണം, വീട്ടിലുണ്ടാകണം, ഭവനത്തിലുണ്ടാകണം. അപ്പോഴാണ് ദൈവത്തിന്റെ വചനം അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ഒരു ഇന്ന പ്രവാചകന്റെ മേൽ വന്നിട്ട് അരുളി ചെയ്യുന്നത് അറിയാമോ? ഈ വലിയ ജനസമൂഹ നിമിത്തം നീ ഭയപ്പെടരുത്, യുദ്ധം നിങ്ങളുടേതല്ല, യഹോവയ്ക്കുള്ളതാണ്. ദൈവം യുദ്ധം അങ്ങ് ഏറ്റെടുക്കുകയാണ്. അതുവരെയും ദൈവം യുദ്ധം ഏറ്റെടുത്തതായി പ്രഖ്യാപിച്ചില്ല. യുദ്ധം നമ്മുടെ മുൻപിൽ കൊണ്ടുവന്നു. ശത്രുക്കൾ നമ്മെ കാണിച്ചു, നമ്മളെക്കാൾ അവരെത്ര ശ്രേഷ്ഠരാണെന്ന് കാണിച്ചു. അവരുടെ ബലത്തെയെല്ലാം ദൈവം വ്യക്തമായി നമുക്ക് വെളിപ്പെടുത്തി കാണിച്ചു. നമ്മുടെ ചെവിയിൽ ആ ശ്രുതി എത്തി. ഒരു വലിയ ജനസമൂഹം നമുക്കെതിരായി വരുന്നു. ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ഭയപ്പെടരുത്, യുദ്ധം യഹോവയ്ക്കുള്ളതാണ്. ദൈവത്തിന് സ്തോത്രം. യുദ്ധത്തിൽ വീരനായ ദൈവം സൈന്യങ്ങളുടെ ദൈവമാണെന്നാണ് ദൈവത്തിന്റെ വചനത്തിൽ അരുളി ചെയ്തിട്ടുള്ളത്. സൈന്യങ്ങളുടെ ദൈവമായ യഹോവ, പ്രൈസ് ദി ലോർഡ്, യുദ്ധവീരനായി നമ്മോടുകൂടെ ഉള്ളപ്പോൾ എത്ര വലിയ സമൂഹം നമുക്കെതിരായി വരട്ടെ, പരീക്ഷകളും പ്രതികൂലങ്ങളും നമുക്കെതിരായി വരട്ടെ, നമ്മളെ തോൽപ്പിക്കുവാനായി താളടിയാക്കുവാൻ ശത്രു ശക്തിയോടുകൂടെ പ്രവർത്തിക്കട്ടെ. എന്നാൽ നമ്മോടുകൂടെയുള്ളവൻ അവരോടുകൂടെയുള്ളവനേക്കാൾ വലിയവനാണ്. നമ്മോടുകൂടെയുള്ളവൻ അവരോടുകൂടെയുള്ളവനേക്കാൾ വലിയ ശക്തിയും ബലവും ജ്ഞാനവും അവന്റെ മുൻപിൽ യുദ്ധത്തിൽ അവനോട് യുദ്ധം ചെയ്ത് ജയിച്ചവൻ ആരുമില്ല. ദൈവത്തിൽ ആശ്രയിപ്പാൻ കുടുംബമായിട്ടുള്ളതായ ഒരു ഗൗരവപൂർണമായ ഉത്തരവാദിത്വം എത്രത്തോളം നമ്മെ ശക്തരാക്കുന്നു എന്നുള്ളതാണ് ദൈവത്തിന്റെ ആത്മാവ് ഈ പ്രഭാതത്തിൽ നമുക്ക് എടുത്തു കാണിച്ചിട്ടുള്ളത്. നോക്കൂ, ഒരു പ്രാവശ്യം കൂടെ നമുക്ക് ആ വചനത്തെ ഒന്ന് നോക്കാം. 2 ദിനവൃത്താന്തം 20-ാം അധ്യായം അതിന്റെ 13-ാം വാക്യം. അങ്ങനെ യഹൂദ്യർ ഒക്കെയും അവരുടെ കുഞ്ഞുങ്ങളോടും ഭാര്യമാരോടും മക്കളോടും കൂടെ യഹോവയുടെ സന്നിധിയിൽ നിന്നു. അപ്പോൾ യഹോവയുടെ ആത്മാവ് അരുളപ്പാടുകളെ അറിയിക്കുവാൻ അവർക്ക് പ്രത്യക്ഷപ്പെട്ടു. ദൈവത്തിന്റെ സന്നിധിയിൽ വിഷയങ്ങൾക്കായി പ്രാർത്ഥിപ്പാൻ തരുന്നതായ ഉത്തരവാദിത്വം അത് മറ്റെങ്ങുമല്ല, സഭയിലല്ല ഉരുത്തിരിയേണ്ടത്, കുടുംബത്തിൽ ഉരുത്തിരിയണം. കുടുംബത്തിൽ സ്റ്റാർട്ട് ചെയ്യണം. കുടുംബത്തിൽ ഉത്തരവാദിത്വം വരണം. ഭാരം, ശത്രുവിനെ കുറിച്ചുള്ള ഒരു അറിവ് കുടുംബത്തിൽ ഉണ്ടാകണം. അങ്ങനെ കുടുംബമായ ഒരു ഐക്യ പ്രാർത്ഥന ദൈവത്തിന്റെ സന്നിധിയിൽ അർപ്പിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് സ്വർഗത്തിൽ ചലിക്കും. നിനക്ക് വേണ്ടി നിന്റെ യുദ്ധം യഹോവ ഏറ്റെടുക്കും. യുദ്ധം യഹോവയ്ക്കുള്ളത്. ഗോഡ് ബ്ലെസ് യു.